ഈ വലിയ സ്വർണ്ണ മത്സ്യം കണ്ട പൂഴി വായിലെടുത്തിട്ട് കുറച്ചൊന്ന് ചവയ്ക്കുക എന്തോ ചെയ്തിട്ട് തുപ്പുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചപ്പോൾ നല്ല രസകരമായ കാര്യമാണ് കണ്ടുപിടിക്കാൻ പറ്റിയത്. അതായത് ഇതാ സ്വർണ്ണ മത്സ്യത്തിൻ്റെ ഒരു സ്വാഭാവികമായ സ്വഭാവമാണ്, കുഴപ്പമൊന്നുമല്ല. ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട് ഇങ്ങനെ, പക്ഷെ അന്ന് ഇങ്ങനെ ചിന്തിക്കാൻ തോന്നിയിട്ടില്ല, വായിച്ചു നോക്കാനും തോന്നിയിട്ടില്ല. അപ്പോൾ സ്വർണ്ണ മത്സ്യങ്ങൾ പ്രകൃതിയാ തന്നെ സ്കാവഞ്ചേഴ്സാണ്. നദികളിലും കുളങ്ങളിലും ചെളിയിലും മണ്ണിലൊക്കെ ഇളക്കിയിട്ട് അതിനടിയിലുള്ള ചെറിയ കൃമികൾ, പായൽ, ഭക്ഷണാവശിഷ്ടങ്ങൾ ഒക്കെ കണ്ടെത്തി കഴിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ ആ ശീലം അക്വേറിയത്തിലും തുടരുന്നു. പിന്നെ മണൽത്തരികൾ നമ്മൾ കാണുമ്പോൾ ക്ലീനായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതിൽ ബയോഫിലിം ഉണ്ട്, സൂക്ഷ്മജീവികളും ബാക്ടീരിയകളുടെ ഒരു പാളി ഉണ്ടാവും. അത് സ്വർണ്ണ മത്സ്യത്തിന് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അത് വായിലിട്ട് ചവയ്ക്കുന്നത് ഒരു കാരണം അതാണ്. അപ്പോൾ അക്വേറിയത്തിൽ വേറെ വിനോദങ്ങളൊന്നും ഇല്ലാത്തതിനാൽ മണൽ ഇളക്കുന്നത് അവയ്ക്കൊരു വിനോദമാണെന്നും പറയുന്നുണ്ട്. അത് അവയുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും അത്രേ. അപ്പോൾ ഇത് കുഴപ്പമുണ്ടോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും വരുന്നുണ്ട്. മണൽ ചെറുതായതുകൊണ്ട് വായിലെടുത്ത് വൃത്തിയാക്കി തുപ്പിക്കളയും. ഇനി അഥവാ ഉള്ളിൽ പോയാലും അത് താഴെ കൂടെ അങ്ങ് പൊയ്ക്കോളും. പക്ഷേ ചരലൊക്കെ ആണെങ്കിൽ ചെറിയ പ്രശ്നമുണ്ട്. അത് വായിൽ കൊടുങ്ങാനും ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തടസ്സങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ചരലിടുന്നത് സ്വർണ്ണ മത്സ്യത്തിൻ്റെ വായിൽ കയറാത്ത അത്ര വലുപ്പമുള്ള ഇടണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവാൻ വഴിയുണ്ട്. നന്ന ചെറിയ ചരലിട്ടാൽ പുഴയല്ല, പുഴയെക്കാട്ടും വലുത്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെയുള്ളൊരു കാര്യം, ഇത് കഴിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ തിന്നുക, തുപ്പാതിരിക്കുക, പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക, ശരിക്കുള്ള ഭക്ഷണം കൊടുത്താൽ കഴിക്കാതിരിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഈ മണൽ മാന്തിക്കൊണ്ടിരിക്കണം ഒഴിവാക്കാൻ വേറെ സൂത്രം പറയാറുണ്ട്. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്ന പെല്ലറ്റ് ഫുഡ് ഫ്ലോട്ടിംഗ് പെല്ലറ്റ് ഫുഡാണ്. അതായത് മേലെ പൊങ്ങിക്കിടക്കും, അപ്പോൾ മീനുകൾ വന്ന് കൊത്തുകയും ചെയ്യും. അതേസമയത്ത് ഇട്ട് കൊടുത്ത ഉടനെ താഴേക്ക് പോകുന്ന ടൈപ്പ് ഉണ്ട്, സിങ്കിങ് പെല്ലറ്റ്സ്, അതായത് താഴേക്ക് പതിഞ്ഞു പോകുന്ന പെല്ലറ്റ്സ്. അത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സ്വഭാവം മാറാൻ വഴിയുണ്ടെന്ന് പറയുന്നു. ഞാൻ പക്ഷേ പരീക്ഷിച്ചിട്ടില്ല. ഞാനിപ്പോഴും ഫ്ലോട്ടിങ് തന്നെയാണ് ഇട്ട് കൊടുക്കാറ്.